യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ച് പോലീസ്. പിന്നാലെ മാനസികാശ്വാസം അനുഭവപ്പെട്ട ഷഹീർ ഷായെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഭ്രാന്താശുപത്രിയിലേക്കേ. മണവാളൻ എന്താണ് സംഭവിച്ചത്? ന്യൂസ് 18 ഇപ്പോഴും ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം? ഇത്രയും വലിയ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് നോക്കാം. കേരളവർമ്മ കോളേജിലുണ്ടായ ഒരു സംഘർഷത്തിന് പിന്നാലെ സംഘർഷത്തിലിടയാക്കിയ രണ്ട് കുട്ടികളെ, അതായത് ഈ മണവാളനുമായി സംഘർഷമുണ്ടാക്കിയ രണ്ട് കുട്ടികൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അവരെ കാറ് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. ഇതിൽ ഏകദേശം 50-ലധികം ദിവസമായി മണവാളൻ ഒളിവിലായിരുന്നു. പിന്നീട് പോലീസ് കുടകിൽ നിന്നാണ് മണവാളനെ പിടികൂടിയത്. ഓക്കെ, ലൈവാണ്. ഞാൻ ഇന്നലെ മുതലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടെന്തോ ന്യൂസുകാർക്കൊന്നും ഒരു കണ്ടന്റും കിട്ടുന്നില്ലേ? ഇതൊക്കെ ഇത്രയും വലിയ ന്യൂസ് ആക്കേണ്ട കാര്യമുണ്ടോ? ഇതാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് വേറെ എന്താ ഉള്ളത് ഇവിടെ? അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനാഷണൽ വിഷയങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പം അതൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് കെട്ടാണെങ്കിൽ ആളുകൾ ഉണ്ടാവും കാണാൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കേസ് കെട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഇതൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം? അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കാണിച്ചു. ഇനിയിപ്പോൾ ഇവന് ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പം മറ്റേ സ്ഥലത്താണല്ലോ, എന്തെങ്കിലും ഒരു തീരുമാനം ആകുന്നവരെ ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്താ സംഭവം? എന്തിനാണ് ഇവൻ ജയിലിൽ പോയത്? ആ ജയിലിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയോ സംഭവിച്ചത് നമുക്ക് നോക്കാം. യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ച് പോലീസ്. പിന്നാലെ മാനസികാശ്വാസം അനുഭവപ്പെട്ട ഷഹീർ ഷായെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഭ്രാന്താശുപത്രിയിലേക്കേ. എന്താ സംഭവം? ഇതിന് മാത്രമൊക്കെ എന്താ സംഭവിച്ചത്? മുടി മുറിച്ച് ഇപ്പോൾ വലിയൊരു സംഭവമായിക്കണേ. കാരണം അങ്ങനെ പൊതുവെ കേൾക്കാറില്ല. ജയിൽ പുള്ളികളെ അങ്ങനെ മുടി മുറിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ അവിടുന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി, ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. വൈകിയാലും എത്തേണ്ടടുത്ത് തന്നെ എത്തി. എന്തോന്നാടേ ഒരുത്തന് ജയിലിൽ പോയി കഷ്ടപ്പെട്ട് അവിടുന്ന് പ്രാന്തായി നിൽക്കുമ്പോൾ ഇവിടുന്ന് തൊലിഞ്ഞ കമൻ്റ് ഇടുന്നോ? അത് ഒരു ജയിലിൽ പോയിട്ടുള്ള ഒരുത്തനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ്. മുടി മുറിച്ച് പോലീസ്. മുടി മുറിച്ചത് ജയിൽ ചട്ടം പറഞ്ഞ്. ഓക്കെ, ജയിൽ ചട്ടം പറഞ്ഞിട്ടാണ് മുടി മുറിച്ചത്. അസ്വസ്ഥത കാണിച്ച യൂട്യൂബർ മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഫുള്ള് ന്യൂസിൽ തന്നെ. ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരാളെ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ജയിൽ പടിയിൽ മണവാളൻ്റെ റീൽ. ഇത് സംഭവം എന്താ വെച്ചാൽ, ഇവൻ അവിടുന്ന് പോലീസ് പിടിച്ചു കൊണ്ടുപോയി. പിടിക്കുന്നത് തന്നെ 10 മാസത്തിന് ശേഷം എന്തോ ആണ്. കൊടകിലെന്തോ പോയി അവിടെ ഒളിവിലായിരുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെ പിടിച്ചതിന് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇവനെ ലാസ്റ്റാണ് കിട്ടിയത്. എന്നാൽ പിടിച്ച സമയത്ത് പോലീസുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിടിച്ചത്. അപ്പം പിടിച്ച സമയത്ത് നല്ലപോലെ നിൽക്കുക, അവർ പറഞ്ഞതനുസരിച്ച് നിൽക്കുക. ഇതല്ല ചെയ്തത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വരെ ജീപ്പിൽ നിന്നുള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നതും, ഞാൻ ട്രിപ്പ് പോയതാണ്, കൊടകിൽ നല്ല ക്ലൈമറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോലീസുകാരെ കളിയാക്കിക്കൊണ്ട് ജയിലിൻ്റെ മുമ്പിലെത്തുന്ന സമയത്തും റീൽസ് ചെയ്യുക. ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ മാറ്റി വെച്ചിരുന്നു എങ്കിൽ ഇത്രയും വലിയ ഒരു സംഭവം ആവേണ്ടതില്ലായിരുന്നു. ഇത് നോർമലായിട്ട് ഒരാളെ പിടിക്കുന്നു, അവനൊരു തെറ്റ് ചെയ്തു, അവന് പിടിച്ചു, അവന് ഒരു 14 ദിവസം റിമാൻഡ് അല്ലെങ്കിൽ 28 ദിവസം അങ്ങനത്തെ റിമാൻഡ് കഴിഞ്ഞ് അവന് തിരിച്ച് വരാവുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ. ഇതിപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇത് പണിതതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇവന് വെറുതെ ആവശ്യമില്ലാതെ അവരെ മെക്കിട്ട് കയറി ചൊറിഞ്ഞതാണ്. അപ്പം അവിടുന്ന് അവർക്കൊരു പുല്ല് വില കൽപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ വീഡിയോസിലുള്ള ഓരോ പ്രവൃത്തികൾ നമുക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നത്. അപ്പം അവിടുന്ന് അവരെ മെക്കിട്ട് കയറിയതിനു ശേഷം അവർ ഉള്ളിൽ കയറി. ഉള്ളിൽ പിന്നെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. അപ്പം അവിടുന്ന് എന്ത് സംഭവിച്ചാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചു. ജയിൽ ചട്ടം മുഹമ്മദ് ഷഹീൻ ഷാ അതായിരുന്നു അവന്റെ പേര്. പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ പൂര ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിലാണ് ഇപ്പോൾ സംഭവം. ഏകദേശം ഒരു വർഷം ആവാനായി. കേരളവർമ്മ കോളേജിന് മുമ്പിൽ എന്തോ ഒരു അടി ഉണ്ടാക്കിയ സമയത്ത് അവിടുന്ന് ഫ്രണ്ട്സാണ് അടി ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവനൊരു എക്സ്പ്ലനേഷൻ ഇവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവൻ എക്സ്പ്ലനേഷൻ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇട്ടിട്ടില്ല. അപ്പം അവിടുന്ന് എന്തോ ഒരു അടി ഉണ്ടാക്കിയ സമയത്ത് അതിൽ കയറി വണ്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് 2 പേരെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്, അങ്ങനെ എന്തോ ആണ് സംഭവം. മനസ്സിലായോ?
അതിനാണ് ലുക്കൗട്ട് നോട്ടീസ് വന്നത്. അപ്പോൾ അവൻ ഒളിവിൽ പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു. ഇവനെ പിടിക്കാൻ കുറച്ച് ലേറ്റായി. ഇത്രയും ടൈം 9 മാസം കണ്ടായി. 9 മാസത്തിന് ശേഷം ഇപ്പോൾ കൊടകുന്നാണ് പോലീസ് വെച്ചത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് അവൻ പോയിട്ട് അവരെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് കൂലി കിട്ടും. അതാണ് സംഭവിച്ചത്. മഞ്ജുരാജ, ഈ ജയിലിനകത്തേക്ക് കയറ്റും മുമ്പ് വരെ റീൽസ് ഒക്കെ എടുത്ത് വലിയ ഹിറ്റാക്കിയിരുന്നു. പക്ഷേ നമ്മൾ ആ റീൽസ് കണ്ടില്ലല്ലോ. ഇത് ന്യൂസിലൂടെ അങ്ങനെ റീൽസ് എടുക്കുന്നു എന്നുള്ള ഒരു പോർഷൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെയുള്ളൊരു റീല് അവിടുന്ന് അവരൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി പേടിച്ചിട്ട് ഇടാതിരുന്നതാണോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചേരണേ. ഞാൻ കുറേ നോക്കി, കിട്ടിയില്ല. എന്താണ് വാർത്തകളിൽ നിറയുന്നത്? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജയിലിൽ വെച്ച് മണവാളന്റെ മുടി എന്തായാലും ജയിൽ അധികൃതർ മുറിച്ചിരുന്നു. അങ്ങനെ മുടി മുറിച്ചതിന് ശേഷം ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നാണ് തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചികിത്സയിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നമ്മൾ വിശദമായി ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ മുടി മുറിക്കുന്നതിന് ഒരു സംഭവം ഉണ്ടോ, ആ സംഭവത്തിന് പിന്നാലെ ജയിൽ ചട്ടങ്ങൾ പ്രകാരമാണ് മുടി മുറിച്ചെന്നുള്ള വിശദീകരണമാണ് തൃശൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് നൽകുന്നത്. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും നിർവഹിക്കുന്ന ചട്ടം അടക്കമാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിലിങ്ങനെയാണ് പറയുന്നത്. അതിൽ 82-ാമത്തെ പേജിൽ 292 ഇതായിട്ട് പറയുന്നത്, ശിക്ഷിക്കപ്പെട്ട അഥവാ റിമാൻഡ് ചെയ്യപ്പെട്ട കേസിന്റെ വകുപ്പുകൾ. അതിൽ 1 മാസത്തിൽ ദൈർഘ്യമുള്ള കഠിന തടവ് ശിക്ഷിക്കപ്പെട്ട എല്ലാ പുരുഷ തടവുകാരും അവരുടെ ശിക്ഷയുടെ അവസാനത്തെ തീർപ്പാക്കലിന് ശേഷമോ അല്ലെങ്കിൽ ഇനി ഒരു തീർപ്പിന് സാധ്യതയില്ലാത്ത അപ്പീൽ കാലാവധി അവസാനിച്ചതിന് ശേഷമോ മുടി പറ്റവെട്ടുന്നതിന് ആവശ്യമാകുന്ന സമയങ്ങളിലും അവസരത്തിലും അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ ആരോഗ്യത്തിന്റെയും പ്രവൃത്തിയുടെയും ഉദ്ദേശത്തിനായി അവരുടെ മുടി മുറിക്കുകയോ വെട്ടി നിർത്തുകയോ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തടവുകാർക്ക് ജയിലിനുള്ളിൽ തടവുകാരെ സ്വീകരിച്ച ശേഷം അവരുടെ പെരുമാറ്റത്തെയും ചര്യകളെയും സംബന്ധിച്ച നിയമങ്ങളുടെ സംഗ്രഹം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ മണവാളൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചത് എന്നാണ് ജയിൽ വകുപ്പ് വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവനെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷമാണ് ഇവൻ്റെ മുടി മുറിച്ചത് എന്നാണ് ഇപ്പം ഇവിടെ ന്യൂസിൽ കാണാൻ കഴിഞ്ഞത്. എന്താ സംഭവിച്ചെന്നറിയില്ല. അവൻ ഇറങ്ങിയാലേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയുള്ളൂ. മുടി മുറിക്കുക എന്ന് പറയുമ്പം ഇനിയിപ്പോൾ മുടി മുഴുവൻ എടുത്തിട്ടുണ്ടാകുമോ? ഇവൻ്റെ മുടി എന്ന് പറയുന്നത് ഇവനിപ്പം മുടി ഇപ്പം അവർ പിടിച്ചു വെച്ച് മുടി വെട്ടിയതാണെങ്കിൽ അവന് ചിലപ്പോൾ ഇളകിയിട്ടുണ്ടാകും. കാരണം അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മുടിയാണ്. അത് ഉണ്ടാക്കിയെടുക്കണ കുറേ ടൈം എടുക്കുമല്ലോ, മാസങ്ങളോളം എടുക്കും. അങ്ങനെ ഒരു അത്രയും വലിയൊരു സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവൻ ബോക്സറാണ്. ഇവൻ്റെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടാവേ, എന്തെങ്കിലും അടിയും പിടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ചിലപ്പം ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പിടിച്ച് മുടി വെട്ടിയതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ഇവൻ്റെ ഒരു പ്രാങ്ക് വീഡിയോയിൽ ഇവൻ ചാടി അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവനൊരു കില്ലാടിയാണ് എന്ന്. നല്ലൊരു കഴിവൊക്കെ ഉള്ളൊരു ആളാണ്. പക്ഷേ പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാങ്ക് വീഡിയോ ചെയ്യുമ്പം പൊതുവേ ഒരുപാട് പ്രാങ്ക് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പല പല കേസുകളും നമ്മൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. പ്രാങ്ക് ചെയ്യുന്ന ആളുകൾക്ക് കേസ് വരാറുണ്ട്. എന്തെങ്കിലും കേസ് ആയിട്ട് ആരെങ്കിലുമൊക്കെ പ്രാങ്ക് ചെയ്യുമ്പം ചിലപ്പം ഇഷ്ടപ്പെടില്ല, കേസ് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേസ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു കേസ് എന്നത് എന്തോ കോളേജിന് മുമ്പിൽ നിന്ന് 2 കുട്ടികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇനി അത് പ്രാങ്ക് ചെയ്തതാണോ എന്നും അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും ഒരാളെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് പ്ലാൻ ടു മർഡർ എന്നൊരു ലെവലിലേക്ക് പോകും, മിക്കവാറും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ തന്നെ ചെറിയൊരു കേസ് വന്നിട്ട് ഞാൻ പ്രതിയല്ല, ഞാൻ ഇരയാണ്. അപ്പം എനിക്ക് വരെ ഇതുവരെ വിളിക്കുമ്പോൾ പോവുക അത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പ്രതിയും കൂടി ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഇവനൊരു ആളെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കേസ് തന്നെയാണ്. എന്തായാലും യൂട്യൂബേഴ്സ് കെയർഫുള്ളായിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു ചെറിയൊരു കേസ് കിട്ടിയാൽ മതി, ന്യൂസിൽ മുഴുവൻ എടുത്തിട്ട് അലക്കും ഇവന്മാർ. അതങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കടക്കം എന്തെങ്കിലും ഒരു കേസ് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെയും ഫേസ് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കാണാൻ പോകുന്നത്. ചെയ്ത തെറ്റ് എന്താണെന്ന് അതിനൊരു എക്സ്പ്ലനേഷനോ തരാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. കാരണം അവർ പിടിച്ച് ലോക്കാക്കിയിട്ട് പിന്നെ ഒരു 14 ദിവസം 28 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറക്കുമ്പോഴേക്ക് അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും, വേറെ കേസ് വന്നിട്ടുണ്ടാവും. പിന്നെ ആ ഒരു കണ്ണിൽ ഒരുപാട് ആളുകൾ കാണും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊക്കെയാണ് സംഭവം. എന്തൊക്കെ വരും, ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ എന്തൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പം ന്യൂസിൽ നിന്നത് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.